കേരളത്തിന്റെയും തിരുവനന്തപുരത്തിന്റെയും വികസന സ്വപ്നങ്ങളെ അടുത്ത ലെവലിലേക്ക് ഉയർത്തുകയാണ് വിഴിഞ്ഞം. മാർച്ച് മാസത്തിൽ പുതിയ റെക്കോർഡ് സൃഷ്ടിച്ചതും സുപ്രധാന നേട്ടം തന്നെ. ഒരു മാസത്തിനുള്ളിൽ 1,00,000-ൽ പരം കണ്ടെയ്നർ കൈകാര്യം ചെയ്ത് പുതിയ റെക്കോർഡ് സൃഷ്ടിച്ചു കേരളത്തിന്റെ സ്വന്തം വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം. തിരുവനന്തപുരം നഗരസഭയുടെ 3 ഇരട്ടി മാത്രമുള്ള സിംഗപ്പൂർ തുറമുഖം കൊണ്ട് വളർന്നതുപോലെ തന്നെ കേരളത്തിനുള്ള അവസരമാണ് വിഴിഞ്ഞവും. രാജ്യത്തിന്റെ മാത്രമല്ല ഇന്ത്യൻ മഹാസമുദ്രത്തിന് ചുറ്റുമുള്ള എല്ലാ രാജ്യങ്ങൾക്കും ഗുണകരമാവുന്നതാണ് വിഴിഞ്ഞം തുറമുഖം. അന്താരാഷ്ട്ര കപ്പൽച്ചാലിന് 10 നോട്ടിക്കൽ മൈൽ അടുത്താണ് വിഴിഞ്ഞം. വിഴിഞ്ഞം കേന്ദ്രമാക്കി വികസനം അതിവേഗം സാധ്യമാക്കാൻ സംസ്ഥാന സർക്കാർ പുതിയ കമ്പനി രൂപീകരിച്ചിരിക്കുകയാണ് ഇപ്പോൾ. ദുബായും സിംഗപ്പൂരും പോർട്ട് സിറ്റി വികസിപ്പിച്ചത് മാതൃകയാക്കിയാണ് പുതിയ പദ്ധതി. കിഫ്ബിയുടെ നിയന്ത്രണത്തിൽ രൂപീകരിക്കുന്ന പുതിയ കമ്പനി രജിസ്റ്റർ ചെയ്യാൻ ഇന്നലെ അപേക്ഷ നൽകി. കിഫ്കോർ ലിമിറ്റഡ് അല്ലെങ്കിൽ കിഫ്ഡാക് ലിമിറ്റഡ് എന്നതായിരിക്കും പേര്. കമ്പനി രൂപീകരണത്തിന് രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള നടപടികൾക്ക് കിഫ്ബിയുടെ കൺസൾട്ടന്റ് കമ്പനിയായ കിഫ്കോണിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കൊല്ലം ചെങ്കോട്ട ദേശീയപാത, കൊല്ലം ചെങ്കോട്ട റെയിൽവേ ലൈൻ, പുതിയ ഗ്രീൻഫീൽഡ് ദേശീയപാത, വിഴിഞ്ഞം കൊല്ലം ദേശീയപാത, പുനലൂർ നെടുമങ്ങാട് വിഴിഞ്ഞം റോഡ് എന്നിവയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങൾ കമ്പനിയുടെ പ്രവർത്തന പരിധിയിൽ വരും. വിദേശ നിക്ഷേപകർ അടക്കമുള്ള സംരംഭകർ അവരുടെ പദ്ധതി കമ്പനിയെ അറിയിച്ചാൽ മാത്രം മതി. ആവശ്യപ്പെടുന്ന പ്രദേശത്ത് ആവശ്യപ്പെടുന്നത്ര സ്ഥലം ഏറ്റെടുത്ത് പ്രോജക്റ്റ് പ്രകാരമുള്ള നിർമ്മാണം നടത്തും. എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയാവും കൈമാറുക. സംരംഭകർ പലതരത്തിലുള്ള അനുമതികൾക്കായി സർക്കാരിന്റെയോ ഉദ്യോഗസ്ഥരുടെയോ പിന്നാലെ നടക്കേണ്ട ആവശ്യവുമില്ല. ഗുജറാത്തിൽ മുദ്ര പോർട്ട് കേന്ദ്രീകരിച്ച് അദാനി ഗ്രൂപ്പ് ഇത്തരത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ലോജിസ്റ്റിക്സ്, IT മേഖലകൾ സംയോജിപ്പിച്ചുള്ള നഗര നിർമ്മാണമാണ് ലക്ഷ്യം. ഭൂമി വില കൊടുത്ത് വാങ്ങും. നിക്ഷേപകർക്ക് വേണ്ടി MSME ക്ലസ്റ്ററുകൾ, ലോജിസ്റ്റിക്സ് പാർക്കുകൾ, സംസ്കരണ ഹബ്ബുകൾ, ഗതാഗത ഇടനാഴികളുടെ വികസനം, തുറമുഖത്തേക്ക് ചരക്കെത്തിക്കാനുള്ള സൗകര്യം, ഗോഡൌണുകൾ, വമ്പൻ സ്റ്റോറേജ് തുടങ്ങിയവ സജ്ജമാക്കും. ആന്ധ്രാപ്രദേശ് ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ കോർപ്പറേഷൻ, ഹൈദരാബാദിലെ തെലങ്കാന സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ കോർപ്പറേഷൻ ലിമിറ്റഡ് തുടങ്ങിയവ മാതൃകയായി മുന്നിലുണ്ട്. പദ്ധതി നടപ്പാക്കുന്നതിലൂടെയുള്ള നേട്ടങ്ങൾ നോക്കാം. കാർഷിക ഉൽപാദനം കൂട്ടാനും അനുബന്ധ വ്യവസായ ഉൽപാദനവും തൊഴിലും ഉണ്ടാക്കാനുമാകും. കൊല്ലം, തിരുവനന്തപുരം മേഖലകളിൽ നിരവധി ടൗൺഷിപ്പുകളും വ്യാപാര കേന്ദ്രങ്ങളും ഉയരും. IT അനുബന്ധ വ്യവസായ മേഖലയ്ക്ക് പുതിയ വ്യാപാര സാധ്യതയുണ്ടാകും. പുതിയ ടൂറിസം സംരംഭങ്ങൾക്ക് സാധ്യതയുണ്ട്. ട്രാവൽ, ഹോട്ടൽ സംരംഭങ്ങൾ വരികയും ചെയ്യും. ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ഘടക നിർമ്മാണ യൂണിറ്റുകളും അസംബ്ലിംഗ് യൂണിറ്റുകളും എന്നിവയാണ് പ്രത്യേകതകൾ. അതേസമയം തന്നെ തുറമുഖത്തിന്റെ പ്രയോജനം പൂർണ്ണതോതിൽ ആവണമെങ്കിൽ റോഡ്, റെയിൽ കണക്ടിവിറ്റി വേണം. തുറമുഖത്തേക്കുള്ള 9.5 കിലോമീറ്റർ തുരങ്ക റെയിൽ പാതയ്ക്കായി നിർമ്മാണ ചുമതലയുള്ള കൊങ്കൺ റെയിൽവേക്ക് ആദ്യ ഗഡുവായ 96.2 കോടി കൈമാറിയിട്ടുണ്ട്. 45 മാസം കൊണ്ട് തുരങ്കപാത പൂർത്തിയാക്കും. ബാലരാമപുരം സ്റ്റേഷനിൽ യാർഡ് നിർമ്മാണത്തിനും 2 സമാന്തര ട്രാക്കുകളടക്കം നിർമ്മിക്കാനും 243.08 കോടി രൂപ ദക്ഷിണ റെയിൽവേ കൺസ്ട്രക്ഷൻ വിഭാഗത്തിന് കൈമാറിയിട്ടുമുണ്ട്. ഇതിനെ പ്രധാന ലൈനുമായും തുരങ്കപാതയുമായും ബന്ധിപ്പിക്കാനടക്കം 11.5 ഏക്കർ സ്വകാര്യ ഭൂമി ഏറ്റെടുക്കാൻ 170 കോടി ജില്ലാ കളക്ടർക്കും നൽകി കഴിഞ്ഞു. റോഡ് കണക്ടിവിറ്റിക്ക് ദേശീയപാത അതോറിറ്റിയുമായി ചേർന്ന് രൂപരേഖയുണ്ടാക്കിയത് ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോർ, ഔട്ടർ റിംഗ് റോഡ്, വിഴിഞ്ഞം കൊല്ലം പുനലൂർ വളർച്ചാ ത്രികോണം എന്നിവ വേഗത്തിൽ പൂർത്തിയാക്കാനാണ് സർക്കാർ നീക്കം. വിഴിഞ്ഞം മുൻനിർത്തി സർക്കാർ പലവിധം പദ്ധതികൾക്ക് തുടക്കം കുറിക്കുന്നുണ്ട്. ഇതെല്ലാം സംസ്ഥാനത്തിന്റെ വികസനത്തിനാകട്ടെ എന്ന് പ്രത്യാശിക്കാം.